വൈകുന്നേരം जय जय ओविडिया 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 जय कटे ओविडिया जय कटे दानावे वरिगा परिपावनमाकुग हृदयं सदयं प्रार्थन കേൾക്കണമേ മോദമോടെന്നും കാക്കണമേ പരിശുദ്ധാത്മാവേ വരുക പരിപാവനമാക്കുക ഹൃദയം. കടന്നു വന്നിരിക്കാം. ഇപ്പം അതിന്റെ റാലി കഴിഞ്ഞു, അടുത്ത കലാപരിപാടികളിലേക്ക് കടക്കുകയാണ്. ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ഒരുമിച്ച് അതിന് വിജയം പറയുന്ന നമ്മുടെ ഇടവയിലെ ഓരോ കുഞ്ഞുങ്ങള്, കടന്നു വന്ന മാതാപിതാക്കള്, അമ്മച്ചിമാര്, ദേവാലയത്തിന്റെ ട്രസ്റ്റി സെക്രട്ടറി, മറ്റു മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങള്, അതുപോലെ തന്നെ യുവജന പ്രസ്ഥാനത്തിലെ അംഗങ്ങള്, എല്ലാവർക്കും നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനുള്ള ഒരവസരമായിട്ട് നിങ്ങളുടെ ഈ അവധിക്കാല പഠന ക്ലാസ്സിനെ കണ്ടു. ഒത്തിരിയൊന്നും ദീർഘിപ്പിക്കുന്നില്ല, എന്നാലും പ്രതിവാക്യമായിട്ട് നിങ്ങൾ പറയും, കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണം. കുറിയലായിസോ എന്ന വാക്കിന്റെ അർത്ഥമല്ല, ഉറക്കെ പറഞ്ഞേ, കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിങ്ങൾ പറഞ്ഞ, കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണം. നാം ജീവിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങളായി മാതാപിതാക്കളുടെ തണലിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് നമ്മോട് ഈ വേദന എന്ന് പറയുകയാണ്, നമുക്ക് പ്രാർത്ഥിക്കാമെന്നൊരു ചിന്ത എന്ന് പറയുന്നത്, പ്രാർത്ഥനയെ കുറിച്ച് പരിപ്രത്യേകത പറയുന്നത് എന്താ? പ്രാർത്ഥന എന്നത് ശൈശവത്തിലെ ഉത്സാഹവും യൗവനത്തിലെ ആശ്രയവും വാർദ്ധക്യത്തിലെത്താവും. അത് സമാധാനമാണ്. മൂന്ന് കാര്യം, നമ്മുടെ പ്രായത്തിന്റെ ഓരോ ഘട്ടമാണ്. ശൈശവത്തിലെന്നത് ഗുരുജനങ്ങളെ, സഹോദരങ്ങളെ, ഏവർക്കും ക്രിസ്തുവേശുവിൽ എന്റെ സ്നേഹവന്ദനം. 2024 OVBSന്റെ ചിന്താ
വിഷയം നമുക്ക് പ്രാർത്ഥിക്കാം. ലെറ്റ്സ് പ്രേ എന്നതാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 1-ാം വാക്യം അടിസ്ഥാനപ്പെടുത്തിയാണ് നമസ്കാരം അഥവാ പ്രാർത്ഥന നാം ഉച്ചരിക്കുന്ന പ്രാർത്ഥന ശബ്ദങ്ങളും പദങ്ങളും മാത്രമല്ല, നമ്മുടെ ആത്മശരീര മനസ്സുകളെ ദൈവത്തിങ്കിലേക്ക് തിരിച്ച് ദൈവിക ശബ്ദത്തിന് കാതോർക്കുന്ന സന്ദർഭം കൂടിയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കാവലായി ദൈവവും കൂടെയുണ്ട്. ദൈവകരുണയെ സൂക്ഷിക്കുവാൻ, അന്യനെ നമ്മെ സമർപ്പിക്കുവാൻ, സ്നേഹത്തിൽ വിടുവാൻ, ദൈവമേ ദൈവമേ കൃപ ചൊരിയൂ. ദൈവഭക്തിയുള്ളൊരമ്മച്ചി, അമ്മച്ചിക്ക് 10 വെള്ളി പണമുണ്ട്. അത് എന്നും എണ്ണി നോക്കി അമ്മച്ചി. ഒരിക്കൽ ഒരു പണം കണ്ടില്ല, പിന്നെയും എണ്ണിയപ്പോൾ പണമത് തിരികെ കിട്ടി. സന്തോഷം. എൽക്കാന എന്നൊരു മനുഷ്യൻ താമസിച്ചു. അയാൾക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒന്നാമത്തവൾ പെണ്ണിനായി, രണ്ടാമത്തവൾ ഹന്നയുമായിരുന്നു. പെണ്ണിനായിക്ക് മക്കളുണ്ടായിരുന്നു, എന്നാൽ ഹന്നയ്ക്ക് മക്കളുണ്ടായിട്ടില്ല. അതുകൊണ്ട് അവൾ വളരെ ദുഃഖിതയായിരുന്നു. എങ്കിലും ഹന്നയ്ക്ക് പ്രാർത്ഥിക്കുന്ന ശീലമുണ്ടായിരുന്നു. സബ്ദാന ലബ്ധിക്കായി ഹന്ന നിരന്തരം പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക പതിവായിരുന്നു. ഒരിക്കൽ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ഏലിയൊരു പുരോഹിതൻ അവളുടെ വായിൽ സൂക്ഷിച്ചു നോക്കി. ഹന്ന ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ അവളുടെ ആദരം വാങ്ങുകയല്ലാതെ സംസാരം പുറത്ത് കേട്ടിരുന്നില്ല. അവൾ വീഞ്ഞോ മതിയോ കുടിച്ച് മത്തുപിടിച്ചിരിക്കുകയാണെന്ന് ഏലിക്ക് തോന്നി. ഏലി പറഞ്ഞു, എന്റെ ലഹരി ഇറങ്ങിയിട്ട് നീ പ്രാർത്ഥിച്ചാൽ മതി. അതിന് ഹന്ന, ലഹരിയോ? എന്റെ മനോഹരയാണ് ഞാൻ ദൈവത്തിനോട് പറഞ്ഞത്. ഞാൻ വീഞ്ഞോ മതിയോ കുടിച്ചിട്ടില്ല. ഞാനൊരു അറമാണെന്ന് കേട്ടരുത്. ഏലി അവളോട് പറഞ്ഞു, സമാധാനത്തോടെ പോവുക, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അങ്ങനെ അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ഹന്ന ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു. മാതാപിതാക്കളെ ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവരെ കൂട്ടമായി പോകാനായി അകലത്തൊരു മാതനുണ്ടൊരു പൊന്നുകൊണ്ടൊരു കൊട്ടാരം, അവിടേക്കൊരു തേരിലേറി കൂട്ടമായി പോകാനായി കാലങ്ങൾ പിടിച്ചെന്നെ നടത്തുന്നൊരിടയൻ, വഴിയിലലയാതെ നടത്തുന്നൊരിടയൻ, കാലങ്ങൾ പിടിച്ചെന്നെ നടത്തുന്നൊരിടയൻ, വഴിയിലലയാതെ നടത്തുന്നൊരിടയൻ. OBBS കുഞ്ഞുങ്ങൾ, യേശുവിൻ പൊൻപൈതങ്ങൾ, OBBS കുഞ്ഞുങ്ങൾ, യേശുവിൻ പൊൻപൈതങ്ങൾ. ഇനിയല്ലേ കേട്ടിടേണ്ടേ with God, and every conversation begins by addressing the person to whom you are speaking with by name. Jesus begins with, Our Father in heaven. He focuses on a distinct person, the Heavenly Father with whom he has a personal relationship. Jesus said, when you pray, go into your room, close your door, and pray to your Father who is unseen. There are 4 basic forms of prayer. Prayer of blessing and adoration. It means കാലങ്ങൾ പിടിച്ചെന്നെ നടത്തുന്നോരിടയൻ,
ഒത്തൊരുമിച്ചൊരു മനമോടൊന്നായി ചേർന്നു പ്രാർത്ഥിക്കാം, ഒന്നായി ചേർന്നു പ്രാർത്ഥിക്കാം. Let us pray to God for everything. Let us pray to God every time. Let us pray. കുഞ്ഞോളെ കുട്ടിയോളെ കുറുമ്പ് കെട്ടത് കുഞ്ഞുങ്ങളെ കൂട്ടുകൂടി പാട്ടുപാടാൻ വാ, കൂട്ടുകൂടി കഥ പറയാൻ വാ. OVBS വന്നല്ലോ, ഓരോ ദിനവും നിറമല്ലോ, ഓരോ മനവും നിറമല്ലോ, ഓർമ്മയിലെന്നും വരുമല്ലോ. OVBS വന്നല്ലോ, ഓരോ ദിനവും നിറമല്ലോ, ഓരോ മനവും നിറമല്ലോ, ഓർമ്മയിലെന്നും വരുമല്ലോ. ടിങ് ടോങ് ടിങ് ടോങ് ടിങ് ടോങ് പള്ളിമണി ആടണ പാടണ മേളമണി. കുഞ്ഞോളെ കുട്ടിയോളെ കുറുമ്പ് കാട്ടാത്ത കുഞ്ഞുങ്ങളെ കൂട്ടുകൂടി പാട്ടുപാടാൻ വാ, കൂട്ടുകൂടി കഥ പറയാൻ വാ. ദൈവഭക്തനായ മനോഹ ഒരിക്കൽ തന്റെ ഭാര്യയുമായി വയൽ കാണുവാൻ വേണ്ടി പുറപ്പെട്ടു. വയലിൽ അവൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് അവർ വയലിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ദൈവദൂതനെ കണ്ടപ്പോൾ അവൾ ചാടി എണീറ്റു. പെട്ടെന്ന് ഭയത്താൽ ദൈവദൂതന്റെ അടുക്കലേക്ക് അവൾ കടന്നു ചെന്നു. ദൈവദൂതൻ അവളോട്, മകളെ, നീ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. പ്രസവകാലത്ത് നീ അതീവ ശ്രദ്ധാലുവായിരിക്കണം. വീഞ്ഞോ മദ്യമോ നീ കുടിക്കരുത്. അശുദ്ധമായതൊന്നും നീ തുടരുത്. നിന്റെ പൈതൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അവൻ ഇസ്രായേലിലെ മക്കളെ ഫെലിസ്ത്യയിൽ നിന്നും രക്ഷിക്കും. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം, കുഞ്ഞ് പിറന്നു വീണ് അവന്റെ തലയിൽ ശൗരക്കത്തി തൊടുവാൻ പാടുള്ളതല്ല. ദൈവത്തിന്റെ ദൂതൻ വീണ്ടും പ്രത്യക്ഷനാണ്. മനോഹയുടെ ഭാര്യ ദൈവദൂതനെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. അവൾ ഉറക്കെ പറഞ്ഞു, ദൈവമേ, ഇത് ആ ദൈവപുരുഷനല്ലേ? അങ്ങ് പ്രത്യക്ഷപ്പെട്ട കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. എങ്കിലും അവളുടെ ഗർഭകാലത്തെ വിശേഷവും ഞങ്ങൾ എന്തൊക്കെ ചെയ്യാൻ? അനുഗ്രഹത്തിന്റെ നിറവിൽ ദിവ്യപ്രകാശം അവർ കണ്ട് അവർ ഭയന്നുപോയി. അപ്പോഴേക്കും ദൈവദൂതൻ അയക്കുന്നു, പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്. വിശ്വാസത്താൽ സമർപ്പണത്തോടെ നമുക്ക് ഏവർക്കും ഒരുവന് വേണ്ടി മറ്റൊരുവൻ പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. ദൈവം തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കുന്നു. എനിക്ക് മുട്ടുണ്ടായില്ല. യഹോവ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ഇടകാതെ പ്രാർത്ഥിക്കും. യഹോവ നല്ലവനും കഷ്ടകാലത്തിൽ ശരണവുമാകുന്നു. യഹോവയോട് ഞാൻ നിലവിളിച്ചു, യഹോവയോട് ഞാൻ യാചിച്ചു. യഹോവേ, നിന്നോട് ഞാൻ നിലവിളിച്ചു, ഞാൻ യഹോവയോട് യാചിച്ചു. അരുവിൽ നാം വണങ്ങി നമസ്കരിക്കുക. യഹോവേ, എന്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. യഹോവേ, എന്നെ സൗഖ്യമാക്കണമേ, എന്നാൽ ഞാൻ സൗഖ്യപ്പെടും. എന്നെ രക്ഷപ്പെടുത്തണമേ, എന്നാൽ ഞാൻ രക്ഷപ്പെടും. യഹോവ എന്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. നിന്റെ വചനപ്രകാരം എനിക്ക് ബുദ്ധി നൽകണമേ. യഹോവ എന്നെ സൗഖ്യമാക്കണമേ, എന്നാൽ ഞാൻ സൗഖ്യപ്പെടും. എന്നെ രക്ഷിക്കണമേ, എന്നാൽ ഞാൻ രക്ഷപ്പെടും. 2-3 പേർ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നിടത്തൊക്കെ ഞാൻ അവരുടെ മധ്യയിലുണ്ടെന്ന് സത്യമായി നിങ്ങളോട് ഞാൻ പറയുന്നു. ഞാനും എന്റെ കുടുംബം ഞാൻ യഹോവയെ വിശ്വസിക്കും. യഹോവ എന്റെ നിലവിളിയിൽ അങ്ങയുടെ തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. കുട്ടിക്കൽ മൗനത മുനിസിപ്പാലിറ്റിയുടെ OBBS 2024 OBBS ഈ വർഷം നടത്തുവാൻ തീരുമാനിച്ചു. 2-4-24 ചൊവ്വാഴ്ച മുതൽ
7-4-24 ഞായറാഴ്ച വരെ നടത്തപ്പെടുന്ന വികാരിയച്ഛൻ അധ്യക്ഷ കൂടിയ മീറ്റിംഗിൽ തീരുമാനിച്ചു. 2-4-24 ചൊവ്വാഴ്ച ബഹുമാനപ്പെട്ട മാസ്റ്റർ OVVS പ്രതാപകർത്തുകയും അതോടെ ക്ലാസ് ആരംഭിക്കുകയും ചെയ്തു. ഈ വർഷത്തെ ചിന്താവിഷയം മിസ്റ്റർ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് പ്രാർത്ഥിക്കാം എന്നതിനെ ആസ്പദമാക്കി ഓരോ ദിവസവും ക്ലാസുകൾ നടക്കുകയുണ്ടായി. KT വർഗീസ് സൂപ്രണ്ടായി, SC രാജു കൺവീനറായി, ജൂലി താജൻ, മോളി ജോസഫ്, എലിസബത്ത് മനോജ്, ഷിറിൽ പി കുര്യൻ അധ്യാപകരായി പ്രവർത്തിച്ചു. പാട്ടുപഠനം എല്ലാവരോടും നന്ദി സ്നേഹം ഒറ്റ വാക്കിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.